വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാമത്തെ യൂണിറ്റിലെ മലയാളത്തിലെ കാഴ്ചക്കപ്പുറം എന്ന ഭാഗമാണ്. അതിലെ കുപ്പി പഴം വിഴുങ്ങണ കാണണോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. കാഴ്ചക്കപ്പുറം. ടീച്ചർ ഒരു മാജിക് കാണിച്ചു തന്നില്ലേ? അതിലൊരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ. അതെന്താണ്? കണ്ടെത്തിയില്ല. അപ്പോൾ ടീച്ചർ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു മാജിക് നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണിച്ചു തരും. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും. നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ്. ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത്. അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരുകയാണ് പാപ്പുട്ടി മാഷി. മാഷി എഴുതിയ ഒരു മാജിക് കഥ വായിക്കൂ. അപ്പോൾ ഇവിടെ മാഷി എഴുതിയ ഒരു കഥയാണ് തന്നിട്ടുള്ളത്. കുപ്പി പഴം വിഴുങ്ങണ കാണണോ എന്നുള്ളതാണ്. ശ്രീദേവി വന്നപാടെ കയ്യിലിരുന്ന കുപ്പി മാഷിയുടെ മേശപ്പുറത്ത് വെച്ചു. അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി. മാഷി ചോദിച്ചു, ചിരിതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കള്ളു വാങ്ങുന്ന കുപ്പിയൊന്നല്ല മാഷേ, ഇതൊരു അത്ഭുത കുപ്പിയാ, പഴം വിഴുങ്ങണ കുപ്പി. പഴം വിഴുങ്ങണ കുപ്പിയോ? കൊള്ളാലോ, അതൊന്ന് കാണണമല്ലോ. അതിന് പഴം എവിടെ? പഴം ഞാനിപ്പോൾ കൊണ്ടുതരാം. ഉണ്ണി അടുക്കളയിലേക്ക് ഓടി. ഒരു റോബസ്റ്റ പഴയുമായി അവൻ തിരിച്ചു വന്നു. പഴത്തിൻ്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു. ഇത് തിന്നണില്ലല്ലോ. എല്ലാവരും കൊടുത്താൽ തിന്നൂല പൊട്ട, ഉടമസ്ഥൻ തന്നെ കൊടുക്കണം. അവൾ പഴം വാങ്ങി തൊലിയുരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തി വെച്ചിട്ട് പറഞ്ഞു, കുപ്പി തിന്നോളൂ. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല അല്ലേ അച്ഛാ? കുപ്പി പഴം തിന്നോ? പഴം തിന്നും. ഇപ്പം വിശപ്പില്ലാഞ്ഞിട്ടാ, ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു. നോണ നോണ, പച്ച നോണ, ഉണ്ണി കൂവി ആർത്തു. ശ്രീദേവി ഒരു അധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു, എന്നാ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാ. അതെന്തിനാ? കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ. വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നു. ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴം എടുത്തു മാറ്റി. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസു കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു. അത് കത്തിത്തീരും മുമ്പേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി. പിന്നെ മാന്ത്രികയെ പോലെ ചില വിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, കുപ്പി പഴം വിഴുങ്ങിക്കോളൂ. 1 2 3. അത്ഭുതമെന്ന് പറയട്ടെ, പഴം പതുക്കെ കുപ്പിയുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. തൊലി മാത്രം കുപ്പിയുടെ വായ മൂടിക്കൊണ്ട് പുറത്തും. ഉണ്ണി വായ പൊളിച്ച് അത് കണ്ടു നിന്നു. മാഷിക്ക് നല്ല രസം തോന്നി. മാഷ് പറഞ്ഞു, കൊള്ളാം. ആരാ നിനക്ക് ഈ വിദ്യ കാണിച്ചു തന്നേ? ഞങ്ങളുടെ സയൻസ് മാഷി. ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പഴം എന്തുകൊണ്ടാണ് കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ മാത്രമല്ല, ആരും ഉത്തരം പറഞ്ഞില്ല. നാളേക്ക് ആലോചിച്ചു വരാൻ പറഞ്ഞു മാഷി. ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഓ, ഇപ്പം മനസ്സിലായി കുപ്പി എടുത്ത് വന്നതിൻ്റെ രഹസ്യം. എന്നെ കുപ്പിയിലാക്കാനാ? എന്തായാലും ഞാൻ പറഞ്ഞു തരില്ല. നീ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം. ആയിക്കോട്ടെ, അത് മതി. എന്നാ പറയട്ടെ? ഓ, പറഞ്ഞോളൂ. കടലാസ് കത്തിച്ചിട്ടപ്പം കുപ്പിക്കുള്ളിലെ വായു ചൂടുപിടിച്ച് വികസിച്ചു. കുറേ പുറത്തേക്ക് പോയി. തണുക്കും മുമ്പേ പഴം കൊണ്ട് വായ അടച്ചു. പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു. അപ്പം പുറത്തുനിന്ന് അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി. ശരിയല്ലേ? ആരാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ? നാളെ നിന്റെ സയൻസ് മാഷിക്ക് നീ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു. അത് മുഴുവൻ കത്തിത്തീരും മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി പിടിച്ചു. അല്പം കഴിഞ്ഞു കൈ പൊക്കിയപ്പോൾ കുപ്പിയും കൂടെ പൊങ്ങി. അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി. പോരുന്നില്ല. നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടേപ്പ് എന്നൊരു ശബ്ദത്തോടെ കുപ്പി വേറിട്ട് പോന്നു. മാഷ് പറഞ്ഞു, കണ്ടോ, അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കൈയിനെ അമർത്തി വെച്ചിരിക്കുന്നത്. വിടുവിച്ചപ്പോൾ വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കയറിയ ശബ്ദം കേട്ടില്ലേ? ഞാനിത് നാളെ ക്ലാസ്സിൽ കാണിക്കും. ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടിയായി. ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. കടലാസ് കത്തിത്തീരും മുമ്പ് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം. പക്ഷെ അതൊന്ന് കാര്യമാക്കാതെ അവനതാ അടുത്ത കടലാസു കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു. പ്രൊഫസർ കെ പാപ്പുട്ടി, ചിരിതക്കുട്ടിയും മാഷും എന്നതിലെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സയൻസിൻ്റെ പരീക്ഷണമാണല്ലേ, അത് ഒരു കഥാരൂപത്തിൽ നമുക്ക് ഒരു മാജിക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ. ഉണ്ണിയെ പോലെ കൈ പൊള്ളിക്കരുതേ.
പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്, ആ അനുഭവം നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം, മാഷിനെയും ശ്രീദേവിയെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിൻ്റെ ചിത്രം കണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തു നോക്കൂ, ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഈ പരീക്ഷണത്തിനായി ഞാൻ ഒരു ചില്ലു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തു. നിറം കൊടുക്കാനായി കുറച്ച് മഷി ചേർത്തു. ഒരു കട്ടിയുള്ള പേപ്പർ ഗ്ലാസിൻ്റെ വാവട്ടത്തിനേക്കാൾ വലുതാക്കി ചതുരാകൃതിയിൽ മുറിച്ചു. ആ ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ച് അടച്ചുവെച്ച ഗ്ലാസ് കടലാസിന് മേലെ മെല്ലെ കൈപ്പത്തി വെച്ച് സാവധാനം ഗ്ലാസ് കമഴ്ത്തി പിടിച്ചു. ഗ്ലാസ്സിൽ മാത്രം പിടിച്ച് കടലാസിൽ താങ്ങി നിർത്തിയ കൈമാറ്റി. ഞാൻ അത്ഭുതപ്പെട്ടു. ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് പോയില്ല. കടലാസ് ഗ്ലാസിനെ താങ്ങി നിർത്തുന്നതായി കണ്ടു. പരീക്ഷണം അവസാനിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, പുറത്തുള്ള വായു അടച്ചുവെച്ച ഗ്ലാസിനെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് പോകാത്തത് എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷണത്തിൻ്റെ കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ മേലെയുള്ള അനുഭവവും നിങ്ങൾ ഈ തരത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ചോദ്യം, ഇത്തരത്തിൽ ചില മായാജാലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാമല്ലോ. ശാസ്ത്ര മായാജാലക്കാരൻ കണ്ടെത്താൻ സഹായകമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച് അവ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. അടുത്തത്, ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിൽ അറിയിക്കുക. അപ്പോൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിലോ അറിയിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം, മായാവിസ്മയ ലോകത്തേക്ക് സ്വാഗതം. 3A ക്ലാസ്സിലെ കുട്ടികൾ മായാജാല ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മാജിക് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഇന്ദ്രജാലങ്ങളുടെ വിസ്മയങ്ങളും മായാലോകത്തിന്റെ കാഴ്ചകളും ഒരുക്കുന്ന ഈ വേദിയിലേക്ക് കൂട്ടുകാർക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ്. ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും. അവ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതും സ്കൂളിൽ നിന്ന് ചെയ്തു നോക്കാം. അടുത്തത്, ശ്രീദേവി മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊടുത്തു ആജ്ഞാപിച്ചു. എന്താ പറഞ്ഞത്? കുപ്പിയും പഴം വിഴുങ്ങിക്കോളൂ, 1 2 3. എന്താണ് അംഗവിക്ഷേപം? കൈയും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനെയാണ് അംഗവിക്ഷേപം എന്ന് പറയുക. കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്താവും കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് നോക്കുക, എന്തൊക്കെയാകും ശ്രീദേവി കാണിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഇനി പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും? പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ച് പറയുന്ന മറ്റു സന്ദർഭങ്ങൾ പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ആദ്യം എഴുതി കൊടുക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ? ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ശരിയായ രീതിയിൽ തെളിഞ്ഞു വരും. ഒരു പ്രവർത്തനത്തിൻ്റെ ശരിയായ ചലനത്തെ ഇത്തരത്തിലുള്ള ആവർത്തനത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതേപോലെയുള്ള ഉദാഹരണങ്ങളാണ്: കാത്തു നിന്നു, വലിയ കുഴികൾ, മെല്ലെ നടന്നു, ഓടി വന്നു, വീണ്ടും ചിരിച്ചു മടുത്തു. ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. അടുത്തത്, എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്ന് പറയും. ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല. ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട്, അത് കണ്ടെത്തുക. ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതാനും പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ഈ കഥയിൽ? മാഷ് ശ്രീദേവിയോട് എന്നെ കുപ്പിയിലാക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. മാഷിനെ കുപ്പിയിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നത് അല്ലെങ്കിൽ ഒരാളെ വശത്താക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു പ്രയോഗങ്ങൾ കിളി പോവുക, വെള്ളം കുടിപ്പിക്കുക, ആളെ പൊട്ടനാക്കുക, മണിയടിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇനി അടുത്തത്, വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ ഇതുപോലുള്ള ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ
ചേർത്ത് പറയാം. അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് വലിയ വാലുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോൾ കുപ്പിയുടെ രണ്ട് വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് കുപ്പിയുടെ വാ ആണെന്നും അതുപോലെ മുഴുത്ത കുപ്പിയാണെന്നും കുപ്പിയുടെ രൂപം എങ്ങനെയാണെന്ന് വ്യക്തമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതുപോലെയുള്ളതാണ് കരഞ്ഞു കലങ്ങിയ കണ്ണ്, നനഞ്ഞു കുതിർന്ന മണ്ണ്, വാടിക്കരിഞ്ഞ പൂക്കൾ, ചെറിയ ചുവന്ന മീന്, തടിച്ചു കറുത്ത ആന. ഇതൊക്കെ എന്താണ് ആ രൂപം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇനി ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അത്തരം ഒരു അത്ഭുതം കാണിച്ചു തരുന്ന ഈ ഒരു കാർട്ടൂൺ നോക്കും. ഇവിടെ എന്താണ്, യോ ചേച്ചി ദാ ഇത്ര അടുത്ത ഒരു കൂർക്കൻ, പേടിയാവുന്നു. നീ ഇതൊന്ന് തലതിരിച്ച് പിടിച്ചു നോക്കിയേ, അപ്പോഴോ ദൂരെയാണല്ലേ. അപ്പം എന്താണ് നമുക്കറിയാം, അതിലൂടെ നോക്കുമ്പോൾ എടുത്തുള്ളത് ദൂരെയുള്ളത് എടുത്തായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അകലെയുള്ളവയെ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി. അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിലെ അവസാനത്തെ മായാജാലം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.